ഹലോ ഗൈസ്, അങ്ങനെ മുന്നത്തെ വീഡിയോൻ്റെ പാർട്ട് 2 ആണ്. അതായത് ഞങ്ങൾ മത്സരത്തിന് പോകുന്നതിൻ്റെ വീഡിയോൻ്റെ പാർട്ട് 2. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇതാ റൂമിലേക്ക് കയറുകയാണ് കേട്ടോ. ഞങ്ങൾ 10 ആളും ഒരു റൂമിലാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഒന്നാമത് ഞങ്ങൾ ഭയങ്കര ക്ഷീണം പിടിച്ചാണ് എത്തിയതെങ്കിലും അവർ നമുക്ക് ചെറിയൊരു പണി തന്നു. പണിയൊന്നും വേറൊന്നല്ല, 10 ആൾക്കാർക്കും 2 ഫോം വീതം ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അവിടെ കാണുന്ന ആ ബുക്കിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതാനുണ്ടായിരുന്നു. ഒന്നാമത് ടയേർഡ് ആയതുകൊണ്ട് തന്നെ ഇവർ ഈ സാധനം തന്നപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് കോമഡി ആയിട്ട് ആക്ട് ചെയ്ത് നമ്മൾ ക്ലാസ്സിൽ ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നേരം അറ്റൻഡൻസ് വിളിക്കൂലേ, അതൊക്കെ ഇങ്ങനെ ചെയ്ത് ഭയങ്കര കോമഡി ആക്കി കേട്ടോ. പിന്നെ ഒന്നാമത് ഇപ്പം എഴുതിയിടണോ അതോ രാവിലെ എഴുതിയാൽ മതിയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എഴുതിയിരുന്നതാണ് ബെറ്റർ എന്ന് എല്ലാവർക്കും തോന്നി. അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാവരും കുത്തിരിഞ്ഞ് എഴുതാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് എഴുതാണ്. നമ്മളെ കയ്യിലാകെ 2 പേരും 10 ആൾക്കാരാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിതാ കുറച്ചായിട്ട് എല്ലാവരും ഫില്ല് ചെയ്ത് വരികയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയിട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങളിതാ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ മത്സരത്തിന് പോകാൻ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അത് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു ഓട്ടോ വിളിച്ചിട്ട് പോകണം. നമുക്ക് മാളയിൽ പോകണം. അതിന് മുന്നേ തൃശ്ശൂരിൽ നിന്ന് മാളയിലേക്ക് ബസ് കയറണം. ഞങ്ങൾ കുറച്ച് ആൾക്കാർ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് നമ്മൾ പോയി ഇതാ ബസ് കയറി. നമുക്ക് പ്രിയദർശിനിയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടോ. ഞങ്ങളെല്ലാവരും പ്രിയദർശിനിൽ കുത്തി നിറച്ച് കയറി ഇരുന്നു. അങ്ങനെ നമ്മളിതാ മാളയിലെത്തി ഗൈസ്. മാളയിലെത്തി പിന്നെ പറയണ്ട, മാളയിലെത്തി എന്ന് പറയുമ്പോഴത്തേനെ എല്ലാവർക്കും നെഞ്ചെത്തുന്നൊരു കാളലാണ് കേട്ടോ. കാരണം മത്സരം ഇനി കുറച്ച് മണിക്കൂറും കൂടി കഴിഞ്ഞാൽ മത്സരമാണല്ലോ. അപ്പോൾ ഒന്നാമത് ഭയങ്കര ടയർഡാണ്. യാത്രാക്ഷീണം നല്ലോണം ബാധിച്ചിട്ടുണ്ട് എന്നെയും എല്ലാവരെയും കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ മത്സരത്തിൻ്റെ സ്ഥലത്തേക്ക് പോകണതാ. DYFI സംസ്ഥാന സമ്മേളന നാടൻപാട്ട് മത്സരമാണ് കേട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എന്താ പറയുക, ബാഗും വെച്ച് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ സെറ്റ് ചെയ്തിട്ടോ. അങ്ങനെ നമ്മൾക്ക് 3ാമത്തെ ലോട്ടാണ് കിട്ടിയത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മത്സരം കഴിഞ്ഞിട്ട് നമുക്കവിടെ പിറ്റേന്ന് കോഴിക്കോട് പരിപാടി ഉണ്ട്. അതായത് ആ ദിവസം തന്നെ കോഴിക്കോട് പരിപാടി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 3ാമത്തെ ലോട്ടെടുത്തു. 3ാമത്തെ ലോട്ടെടുത്ത് നമ്മൾ പാടിക്കഴിഞ്ഞ് നേരെ 4ാമത്തേൻ്റെ കുറച്ച് കണ്ട് നേരെ വന്നു കേട്ടോ. പിന്നെ റിസൾട്ട് എന്തായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് പ്രൈസാണ് കേട്ടോ അടിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ ബസ്സിൽ കയറി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.